Happy birthday to you, dear Abba. Happy birthday to you. ഇത് കണ്ടോ, ഒരാൾ ചേട്ടായുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് പോകുന്നതാണ്. ഇന്ന് നാപ്പൂട്ടിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. ഇപ്രാവശ്യം നാപ്പൂട്ടിൻ്റെ ബർത്ത്ഡേ വലിയ സെലിബ്രേഷൻ ആക്കി വെക്കുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി. പറഞ്ഞു സർപ്രൈസ് ഉണ്ടാവും, ഫണ്ണായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ആൾ പിന്നെ ഒക്കെ ആയി. പിന്നെ അവന് ഏറ്റവും മെയിനായിട്ടുള്ള ആഗ്രഹം ഗിഫ്റ്റ് വേണമെന്നാണല്ലോ, അതാണല്ലോ ഏത് പിള്ളേരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യം ഏതായാലും 10th ബർത്ത്ഡേ അല്ലേ, 10 ഡിഫറെൻറ്റ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേറെ ഒന്നുമല്ല, ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ മറ്റേ 3 ഓർഡർ ചെയ്തു. എന്നിട്ട് സർപ്രൈസായിട്ട് ഞാൻ അവന് വെച്ചു. അവന് പറഞ്ഞില്ല, കാരണം നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലായിരുന്നു അവൻ്റെ ബർത്ത്ഡേ അന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ പെട്ടെന്ന് കേക്ക് മുറി ചെറുതായിട്ടൊരു കേക്ക് മുറി കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ അവനൊരു ക്ലൂവും കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത്തേക്കും അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ഒന്നുമില്ലേന്ന്. പിന്നെ അന്നത്തേനും റൂമിൽ കയറി പിന്നെ ഓരോരോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജിമ്മിൻ്റെ ചെറിയൊരു വർക്കൗട്ടിൽ കാണാം, പിന്നെ അവനൊരു ബാഗ്, പിന്നെ അവൻ്റെ ടോയ് സെറ്റായിരുന്നു. അവൻ്റെ ഒരു ആംഷ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ആംഷ കാണുമ്പോൾ നല്ലൊരു രസമാണ്. അതാണ് ഈ ഫുൾ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറകെ ചെറുത് വന്ന് നിന്നിട്ട് എൻ്റെ എല്ലാം വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോഴായിരുന്നു കൂടുതൽ രസം. എല്ലാം അവന് കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെന്നുള്ളൊരു വാശിയാണ് അവർക്കുള്ളത്. പക്ഷേ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനിപ്പം നാപ്പു റെഡിയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അവന് പിന്നെ ഇടയ്ക്ക് ടെമ്പർ കയറുമെങ്കിലും പിന്നെ അത് കൂളായിക്കോളും. I just want to see all of it. എനിക്ക് എപ്പോഴും പഞ്ച് ചെയ്യണ്ടേ? കളറിങ് അത് നിനക്ക് കളർമാറ്റിക്ക് അത് അപ്പുറത്ത് ഇഷ്ടപ്പെട്ടോ? ഹാപ്പി ആയോ? ഇനിയുള്ള വീഡിയോസിൽ അവരുടെ ചെറിയ ട്രയൽ എല്ലാവർക്കും ഉദ്ഘാടിക്കണ്ടേ. രീതിയിൽ അവരെല്ലാം കളിച്ചു നോക്കുവാണ് വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണുന്നത്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ ഇഷ്ടപ്പെട്ടു. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സന്തോഷമായി, ഹസ്ബൻഡിന് സന്തോഷമായി. ബേബിയാണ് പിന്നെ ഏറ്റവും ഹൈലൈറ്റ്. എൻ്റെയാണെല്ലാം, അവളുടേതാണെല്ലാം. വാശിപ്പുറത്ത് വഴക്കൊഴിവാക്കാൻ വേണ്ടി ഞാനൊന്ന് കണ്ണടയ്ക്കാൻ പറയുന്നു അപ്പോഴോട്. അവര് ഓക്കെയാണ്. നാപ്പു എവിടെയാണ് നാപ്പു ഇന്ന് പോണ്ടേ? എവിടെയാ പോണ്ടേ? ഡിന്നർ ഔട്ടാ? നിന്റെ ബർത്ത്ഡേ അല്ലേ, പറ. Do you have any clue? What do you prefer? Don't know? It will be a surprise for you. This is the last surprise for your birthday. അങ്ങനെ നമ്മൾ സ്പൂണിലെത്തിയിരിക്കുകയാണ്. നാപ്പുടെ ബിഗ് സർപ്രൈസ് ആയ കാരണം നമുക്ക് പോകാൻ സിറ്റുവേഷൻ ഒത്തില്ല. അത് മാത്രമല്ല ഞങ്ങൾക്ക് അറിവുള്ളതുകൊണ്ട് ഷീ വോണ്ട് ബി കംഫർട്ടബിൾ. ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടുകയായിരുന്നു. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം അത് പ്രീ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബുക്ക് ചെയ്തൊന്നും നമുക്ക് ഓർത്തില്ല. ഇത് ബൊഫേ സിസ്റ്റമാണ്.
മാക്സിമം നമുക്ക് എത്ര വേണേൽ കഴിക്കാം. നമുക്ക് ആദ്യം തന്നെ കുറേ നഗേറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഡെസേർട്ട് സെഷനൊന്നും കണ്ടു കേട്ടൊന്നും കൂടാനേ പറ്റുള്ളൂ. കൂടുതലായിട്ട് കൊണ്ടുവന്ന് ഞാൻ കഴിച്ചത് പ്രോൺസ് ആയിരുന്നു. അതായത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നഗറ്റ്സ്, പിസ്സ, പിന്നെ എല്ലാ വെറൈറ്റിയും ടേസ്റ്റ് ചെയ്തു. പിള്ളേർ കഴിച്ചെന്ന് വെച്ചിട്ടുണ്ട് കഴിക്കാനും പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവൻ മതിയാഹോളം കഴിച്ച് ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പം ഇതോടുകൂടി ഇന്നത്തെ ചെറിയ